കരുവന്നൂർ കള്ളപ്പണക്കേസിൽ മുൻ എം.പി. PK ബിജുവിനെ ഇഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വ്യാഴാഴ്ചയും ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും വീണ്ടും വിളിപ്പിക്കുന്നുണ്ട്. CPMന്റെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ആദായനികുതി വകുപ്പ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കൂടുതൽ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. 1998 തുടങ്ങിയ ഈ അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപയായിരുന്നു നിക്ഷേപം. ഇതിൽ ഏപ്രിൽ 2 പിൻവലിച്ച 1 കോടി രൂപ ഒഴികെയുള്ള 4 കോടി 10 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിട്ടുണ്ട്. കാലാവധി പൂർത്തിയായി പിൻവലിച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെലവഴിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താനും ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. കരുവന്നൂർ ബാങ്കിലെ CPM അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുൻ എംപിയുമായ PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നേതാക്കളുടെ പങ്ക് പുറത്തു വന്നപ്പോൾ പാർട്ടി അന്വേഷണത്തിനായി നിയോഗിച്ച സമിതിയെ നയിച്ചതും ബിജുവായിരുന്നു. അന്വേഷണ സമിതി റിപ്പോർട്ട് ED ആവശ്യപ്പെട്ടിട്ടും CPM ജില്ലാ നേതൃത്വം നൽകിയിരുന്നില്ല. കരുവന്നൂരിലെ CPM അക്കൗണ്ടുകളെ കുറിച്ച് PK ബിജുവിന് അറിവുണ്ടായിരുന്നതായാണ് ED കരുതുന്നത്. ജനം, കൊച്ചി.